നമസ്കാരം. തമിഴ് വിശ്വകർമ്മ സമൂഹം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാഘോഷം സമാപന സമ്മേളനത്തിൻ്റെ പ്രധാന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. സമ്മേളനം BJP OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രേമ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശ്രീ അരുൺ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വലിയശാല കൗൺസിലർ ശ്രീ കൃഷ്ണകുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ കൊഞ്ചിറവിള വിനോദ്, TVS സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ സംസാരിച്ചു. സമുദായത്തിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾക്ക് സ്നേഹോപഹാരം നൽകുകയും ചെയ്തു. നന്ദി. ആദരിക്കേണ്ടവരും കഴിവുള്ളവരുമാണ് വിശ്വകർമ്മജനെന്നാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. ലോകശില്പിയായ വിശ്വകർമാവിന്റെ പിൻഗാമികൾ കൂടിയാണ് നമ്മൾ. വിശ്വകർമ്മജർ വാസ്തുവിദ്യയിലും തച്ചുശാസ്ത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ ശില്പശാസ്ത്രത്തിലും ലോഹവിദ്യയിലും എല്ലാം കൊണ്ടും മുൻപന്തിയിൽ നിന്നുകൊണ്ട് സാമ്പത്തികമായി മുന്നോട്ട് പോയിട്ടുണ്ട്, വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയിട്ടുണ്ട്, തൊഴിൽപരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ കുറെ അധികം ആളുകൾ ഇപ്പോഴും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതിന് കാരണവുമുണ്ട്. 1968 ഗോൾഡ് കൺട്രോൾ ആക്ട്, മൊറാർജി ദേശായിയാണെന്ന് ധനകാര്യം അദ്ദേഹം കൊണ്ടുവന്ന ഗോൾഡ് കൺട്രോൾ ആക്ട് വന്നതോട് കൂടിയിട്ട് അതുവരെ ഈ തൊഴിലെടുക്കുന്ന വിശ്വകർമ്മജരായിട്ടുള്ള ആളുകളുടെ ആ ഒരു നിയമം കൊണ്ടുവന്നതോടുകൂടി തന്നെ പുറകോട്ട് പോകേണ്ട, അവരിലേക്ക് ചുരുങ്ങേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തൊഴിൽ മേഖലയിൽ നിന്ന് പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് എന്നത്. അങ്ങനെയുള്ള ആ സമയത്താണ് ഇങ്ങനെയൊക്കെ ഈ സാമ്പത്തികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും എല്ലാ തരത്തിലും നമ്മൾ പുറകോട്ട് പോകുന്ന സമയത്ത് ആ സമുദായത്തെ, വിശ്വകർമ്മ സമുദായത്തെ പിടിച്ചുയർത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അതുപോലെയുള്ള വ്യക്തികളോ വളർന്നു വരാനോ അതിലേക്ക് കടന്നു വരാനോ പറ്റാതെ പോയത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സമുദായം പുറകോട്ട് പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. நம்ம விசுவசிக்கக்கூடிய அந்த ஈஸ்வரன் சொல்லக்கூடிய விஸ்வகர்மா, அந்த விஸ்வகர்மாவுடைய சிருஷ்டியாக இந்த தெய்வங்களும் மற்றுள்ள எல்லாம். அப்ப அதை கொஞ்சம் குறைச்சி காணிக்கிறதுக்கு வேண்டி சில சமூகம் நான் சொல்ல வேண்டியது, அவங்க இந்த விஸ்வகர்மாவுக்கு சொல்லி தெய்வங்களுக்கு வீடு கட்டி கொடுத்தது, அவங்களுக்கு ஆயுதங்கள் உண்டாக்கி கொடுத்தது இந்த വിശ്വകർമ്മ ഇതിൽ ഒരു പ്രകടനമുണ്ട്. ഇത്രയും ബിസിനസ്മാനും പോരെ നമുക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് കൊണ്ടുപോകാൻ? പോരെയോ? മതി. നമ്മൾ വേറെ ഒന്നും ആലോചിക്കണ്ട. ഇത്രയും പേരെ പഠിപ്പിച്ച് ഡോക്ടറും എഞ്ചിനീയേഴ്സും ഒക്കെ ആക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആരേറ്റെടുക്കണം? ആരേറ്റെടുക്കണം? സമൂഹം ഏറ്റെടുക്കണം. ഏത് സമൂഹം? വിശ്വകർമ്മ സമൂഹം ഏറ്റെടുക്കണം. കാരണം ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഞാൻ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു, +2 കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അപ്പൊ ഈ ഓരോ സ്റ്റേജ് ഒരു പറ്റം നേതാക്കന്മാരായി മാറുന്ന ഒരു കൂട്ടരാണ് വിശ്വകർമ്മ സമുദായം. ഞാനൊരു വിശ്വകർമ്മ സമുദായം ആയതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത് കൂടെ. ക്ഷേത്രത്തിൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രകലകളുടെ ആചാര്യന്മാരായ, ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആചാര്യന്മാരായ ദൈവ വിഗ്രഹങ്ങളുടെ
നിർമ്മാണത്തിന്റെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ധന്യ മുഹൂർത്തമാണ് ഇത്. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് 6-7 സ്ഥലങ്ങളിൽ അതിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും 12 മണിക്കുള്ള അവസരം കിട്ടി. ഇന്ന് ജാതമീന പേരമനെ എല്ലാവരും കൂടി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തിക്ക് വളരെ വിപുലമായി തന്നെ കേരളം ഒട്ടാകെ ഓഫീസിൽ പോയിരുന്ന് RSPന്റെ ചിന്ന പിള്ളേരെ പോലെ ജോലി ചെയ്ത് പോയി കഴിഞ്ഞു. അപ്പൊ ആ കാര്യം ഒന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പഞ്ചശുദ്ധി എന്ന് പറയുമ്പോൾ അതിന് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ശരീരശുദ്ധിയാണ്. ശരീരശുദ്ധിക്ക് പ്രഥമമായ സ്ഥാനം പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ്. ഈ ശരീരശുദ്ധിയിലൂടെ നമുക്ക് കിട്ടുന്നത് വളരെയധികം ആത്മവിശ്വാസം, ഒരു ദിവസം തുടങ്ങാനുള്ള ഒരു ഊർജ്ജശക്തിയുമാണ്. അപ്പൊ അതുവഴി നമുക്ക് കിട്ടുന്ന ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, ഇപ്പൊ ശരീരശുദ്ധിയിൽ ആദ്യം വരുന്നത് സ്നാനമാണ്. ഈ സ്നാനത്തിൽ തന്നെ ഇപ്പൊ പലവിധ പ്രശ്നങ്ങളുണ്ട്. അതായത് പ്രേമൻ മാസ്റ്റർ അദ്ദേഹത്തെയും എന്റെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും